ബാർക്കോഴ കേസിൽ കെ.എം. മാണി കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കെ.എം. മാണിക്കെതിരെ കേസെടുത്തതിൽ രണ്ടഭിപ്രായമുണ്ട്. ഇരട്ട നീതി കാണിക്കില്ല. ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ നീട്ടാനുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ബിജു രമേശനെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബാർക്കോഴ കേസിൽ കെ.എം. മാണി കുറ്റക്കാരനാകുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന വ്യക്തമായ സൂചനയോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം. 5 മാസത്തെ അന്വേഷണത്തിൽ കെ.എം. മാണിക്കെതിരെ തെളിവില്ല. മാണിക്കെതിരെ കേസെടുത്തതിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, അത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം തലത്തിൽ മാത്രമല്ല നിയമവൃത്തങ്ങളിലും ഒക്കെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാണിക്കെതിരെ ഇരട്ട നീതി കാണിക്കില്ല. 2 തരത്തിലുള്ള നീതി എന്നുള്ളൊരു സാഹചര്യമേ ഉണ്ടാവില്ല. പിന്നെ അന്വേഷണത്തിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കോൺഗ്രസ് മന്ത്രിമാർക്കെതിരായ ആരോപണം ലളിതകുമാരി കേസിന്റെ പരിധിയിൽ വരില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുക കേട്ടോ. പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമെടുക്കും. എ.ജിയെ വിമർശിച്ച ടി.എൻ. പ്രതാപനോട് വിശദീകരണം ചോദിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരം ബ്യൂറോയിലെ ശ്രീ സജേഷ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പമുണ്ട്. ശ്രീ സജേഷ്, നിയമപരമായും ധാർമ്മികമായും തനിക്കെതിരെ കേസെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന കെ.എം. മാണി പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഇത് നൽകുന്ന സൂചന എന്താണ്? തീർച്ചയായും സന്തോഷ്, കെ.എം. മാണിക്കെതിരെ കേസെടുത്തതിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു. നിയമപരമായും രാഷ്ട്രീയമായും രണ്ടഭിപ്രായം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നിയമപരമായി തനിക്കെതിരെ കേസെടുത്തത് ശരിയല്ലെന്ന കെ.എം. മാണിയുടെ അഭിപ്രായത്തോട് ആഭ്യന്തരമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം നമുക്കറിയാം. അത് വളരെ കൃത്യമായും സർക്കാർ ഈ കേസിൽ ഇടപെടുന്നില്ല, ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ശ്രമിക്കുന്നില്ല. അതേസമയം കേസെടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടിയാണ്, അത് ശരിയാണ് എന്ന തരത്തിലായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കെ.എം. മാണിയെ ശരിവെക്കുകയാണ്. ഇതിൽ കേരള കോൺഗ്രസിന് നിലവിൽ കെ.എം. മാണിക്കെതിരെ കേസെടുക്കുകയും കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ കേസ് എടുക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ ഒരു വലിയ അതൃപ്തിയുണ്ട്. ഈ അതൃപ്തി അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, കെ.എം. മാണിക്കെതിരെ ബാർക്കോഴ കേസിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക. കെ.എം. മാണിയോട് ഇക്കാര്യം ചില മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു. താങ്കൾ പറയുന്നു തെളിവില്ലെന്ന്. ഈ തെളിവില്ലെന്ന് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായത്? അന്വേഷണം നടക്കുകയല്ലേ? അതിൽ മുഖ്യമന്ത്രി പറയുന്നത് മൊഴികൾ ടെലിവിഷനിലും മറ്റും വന്നിട്ടുണ്ട്, ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. 5 മാസത്തെ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരം വെച്ച് ഒരു തെളിവും കെ.എം. മാണിക്കെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സന്തോഷ്. നന്ദി സജേഷ്. ലൈനിൽ തുടരുക, വീണ്ടും ബന്ധപ്പെടാം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC വക്താവുമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസുരേന്ദ്രബാബു, മാധ്യമ പ്രവർത്തകൻ ശ്രീ A. സജീവൻ എന്നിവർ നമ്മോടൊപ്പമുണ്ട്. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചു കാണും. അതായത് നിയമപരമായും ധാർമ്മികമായും തനിക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യമില്ലായിരുന്നു എന്ന് ഇന്നലെ ശ്രീ കെ.എം. മാണി പറഞ്ഞിരുന്നു. ഈ കാര്യം മാധ്യമപ്രവർത്തകർ ഇന്ന് മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി വളരെ വ്യക്തമാണ്. അതായത് കെ.എം. മാണി സാർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി കെ.എം. മാണിയെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയാണ്, ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. വളരെ ക്ലിയർ അല്ലേ അത്? ഉമ്മൻചാണ്ടിക്ക് ആ കേസെടുക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു, വേറെ ആരുടെയോ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ആ കേസെടുത്തത് എന്ന ധ്വനിയാണ് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ധാർമ്മികമായും നിയമപരമായും അത് സാധ്യതയില്ലായിരുന്നു എന്നും പറയുന്നു. അത് അദ്ദേഹം പറയുന്നതിനോട് യോജിപ്പില്ല. ധാർമ്മികമായും നിയമപരമായും കേസെടുക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ട്. ഒരു വലിയ അഴിമതി കേസ് ഒരാൾ കൊണ്ടുവന്ന് ഇത്ര കോടി രൂപ ഇത്ര കാശ് കൊടുത്തു എന്ന് പറയുക, കൊടുത്തവൻ്റെന്ന് പറയുക, ആ പറഞ്ഞ ഒരു മന്ത്രിയെക്കുറിച്ച് പറയുക, അങ്ങനെ ഒരു ഇത് വന്നതാണ്
നിശ്ചയമായും അതേക്കുറിച്ച് ന്യായമായും മന്ത്രി മാറി നിൽക്കുകയാണ് വേണ്ടത്. മാറി നിന്നിട്ട് അന്വേഷണത്തിന് വിധേയമാകുകയാണ് വേണ്ടത്. അതും ചെയ്തില്ല. അപ്പോൾ പിന്നെ ഗവൺമെൻറ് വേറെ മാർഗമില്ല. മാത്രമല്ല ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് വിജിലൻസ് കത്ത് കൊടുക്കുകയും ചെയ്തു. കത്ത് കൊടുത്താൽ സ്വാഭാവികമായി അന്വേഷണം നടത്തിയേ മതിയാവും. അത് നിലവിലുള്ള സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് സരളകുമാരി വേഴ്സസ് UP ആയിട്ടുള്ള ആ കേസിൽ അവരുടെ വിധി അനുസരിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം കിട്ടിയാൽ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ കഴമ്പില്ലെന്ന് വെച്ചാൽ ആ കഴമ്പില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ പരാതിക്കാരനെ അറിയിക്കണം. കഴമ്പുണ്ടെങ്കിൽ കേസെടുക്കണം. ഇവിടെ അന്വേഷണം നടത്തി കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിയമപരമായും ധാർമ്മികമായും ഇതിന് അവകാശമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദഗതി ശരിയല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC വക്താവുമാണ്. ഇക്കാര്യത്തിൽ ഞാൻ വിശദീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞിരിക്കുന്നു, എന്താണ്, KM മാണിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന്. ഒരു തെളിവുമില്ല എങ്കിൽ ലളിതകുമാരി കേസിൽ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് അല്ല KM മാണിയെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത് എന്ന് വളരെ സ്പഷ്ടമല്ലേ? അല്ല, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം ശ്രീ ബിജു രമേശ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിക്കെതിരെ സ്പെസിഫിക്കായി ചില അലിഗേഷൻസ് ഉന്നയിച്ചു. ആ ഉന്നയിച്ച അലിഗേഷൻ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വിജിലൻസ് ഡയറക്ടർക്കാണ് കത്ത് നൽകിയത്. വിജിലൻസ് ഡയറക്ടർ എന്താ ചെയ്തത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പൊതുപ്രവർത്തകനെതിരെ ആരെങ്കിലും അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ FIR ഇട്ട് കേസെടുക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അതിൽ വാസ്തവമുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാവൂ. അപ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് കിട്ടിയപ്പോൾ ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു ക്വിക്ക് വെരിഫിക്കേഷന് അയച്ചു. 1 മിനിറ്റ് കൂടി ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ അയച്ചപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ നീണ്ടുപോയപ്പോൾ സുനിൽകുമാർ ഒരു പരാതി കൊടുത്തു, കോടതിക്ക് പരാതി കൊടുത്തു. കോടതി ആ പരാതി തീർപ്പ് കൽപ്പിച്ചത് എങ്ങനെയാണ്? കേരള ഗവൺമെൻറ് പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട, ആഭ്യന്തരമന്ത്രി പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾക്ക് നിഷ്പക്ഷമായി, അതായത് നിങ്ങളുടെ വിജിലൻസ് മാനുവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാം. യു ടേക്ക് യുവർ ഓൺ ടൈം, നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയമെടുക്കാം. അതുകൊണ്ട് ഗവൺമെൻറ്റിനെയോ മന്ത്രിയോ ആരെയും നിങ്ങൾ ഇക്കാര്യത്തിൽ വകവയ്ക്കേണ്ട, സ്വതന്ത്രമായി നിഷ്പക്ഷമായി സത്യസന്ധമായി അന്വേഷിക്കാം. അന്വേഷിച്ച് റിപ്പോർട്ട് കോടതിക്ക് തരാനാണ് പറഞ്ഞത്. അപ്പോഴാണ് ശ്രീ സുനിൽകുമാർ ലളിതകുമാരി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശിൻ്റെ വിധി കൊണ്ടുവന്നു. എന്താ ലളിതകുമാരി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശിൻ്റെ വിധി? ഒരു പൊതുപ്രവർത്തകനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ FIR ഇട്ട് കേസെടുക്കണം. കേസെടുത്ത് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പ്രതിയാക്കാം, ഇല്ലെങ്കിൽ പ്രതിയാക്കണ്ട. ഇതാണ് ലളിതകുമാരി കേസിൽ സുപ്രീം കോടതി നിർദ്ദേശം, ഈ കേസിൽ പ്രാഥമികമായ അന്വേഷണം നടത്തി തെളിവുണ്ടെങ്കിൽ FIR എടുക്കണമെന്നല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ KM മാണിക്കെതിരെ പ്രാഥമിക അന്വേഷണം നടത്തി, താങ്കൾ തന്നെ പറഞ്ഞു കഴമ്പുണ്ടെന്ന് കണ്ടു, കഴമ്പുണ്ടെന്ന് കുമാർ മാണിക്കെതിരെ FIR ഇട്ട് കേസെടുത്തിട്ടില്ല. പറയട്ടെ, FIR ഇട്ടതല്ലാതെ അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല. ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസെടുത്ത് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അതിന്റെ സാങ്കേതികത്വം ഞാൻ അംഗീകരിച്ചു തരാം. പക്ഷേ തെളിവില്ല എന്ന്, മാണിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ FIR ഇട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ രാഷ്ട്രീയമായി കുടുക്കാൻ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചന നടത്തിയത് കിങ് പിൻ തലവൻ ആരാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരിവെക്കുകയല്ലേ സർ? ഒരിക്കലുമല്ല. ലളിതകുമാരി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ അവസാനം ശ്രീ KM മാണിയെ പ്രതിയാക്കിയാലാണ് ഈ പറഞ്ഞ ശരി. അദ്ദേഹത്തിനെ പ്രതിയാക്കുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം വരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ശരിയാകുന്നത്? FIRൽ അദ്ദേഹം പ്രതിയായാൽ ഈ പറഞ്ഞ ശരിയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ആദ്യം മുതൽ ശ്രീ KM മാണിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പറഞ്ഞു ഞാനും വിശ്വസിക്കുന്നില്ല, KPC പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അന്വേഷണം നടക്കുകയാണ്, അന്വേഷണത്തിന് റിപ്പോർട്ട് വരട്ടെ, വരുന്നവരെ കാത്തിരിക്കാം. റിപ്പോർട്ടിനകത്ത്
മാണിക്കെതിരായി പരാമർശമുണ്ടെങ്കിൽ അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ, ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. അല്ല, ഇതിനകത്ത് പ്രാഥമിക അന്വേഷണത്തിൽ ത്വരിത പരിശോധനയിൽ അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷനിൽ കഴമ്പുണ്ടെന്ന് അങ്ങ് തന്നെ സമ്മതിച്ചു. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഇന്ന് തെളിവില്ല എന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ പരസ്യമായി പറയാമോ? അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പാണല്ലോ ഈ വിജിലൻസ്. ഇപ്പോൾ സന്തോഷ് കുമാർ കേരളത്തിലെ കൈരളിയുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ ഞാൻ ഒരിക്കലും കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. സ്പെസിഫിക് അലിഗേഷൻ എന്നാ പറഞ്ഞത്. അലിഗേഷൻ അടിസ്ഥാനമില്ല, തെളിവുകളില്ല. അതേസമയം ഇന്നയാൾക്ക് ഇന്ന സമയം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വാഹനത്തിൽ ഇത്ര രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത് സ്പെസിഫിക് അലിഗേഷൻ. പക്ഷേ ഈ അലിഗേഷന് അടിസ്ഥാനമില്ല, തെളിവുകളില്ല. അദ്ദേഹം പറഞ്ഞ മുഴുവൻ ആളുകളെയും വിളിച്ച് വിജിലൻസ് ചോദ്യം ചെയ്തു. ബിജു രമേശ് പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കുന്ന ഒരു തെളിവും ബിജു രമേശ് തന്നെ പറഞ്ഞ ഒരാളിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് മുഖ്യമന്ത്രിയും എൻ്റെ സ്നേഹിതൻ ഉണ്ണിത്താനും ഇപ്പോൾ ഒരു തെളിവുമില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നെ വിജിലൻസിന് കേസ് അപ്പോഴേ തന്നെ തെളിവില്ലെന്ന് പറഞ്ഞ് മറുപടി എടുത്തൂടെ? എന്താ ചെയ്യാത്തത്? ചെയ്യുമല്ലോ. അല്ല, അത് ചെയ്യുന്ന അതേ നിങ്ങൾക്കെങ്ങനെ അറിയാം തെളിവില്ല എന്ന്? തെളിവ് ശേഖരിച്ച വിജിലൻസാണ്. ആ വിജിലൻസ് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ കേസ് ആക്ഷേപം വന്നത് മുതൽ വിജിലൻസിന്റെ നിലപാട് കൊണ്ട് പ്രാഥമിക ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഈ ബിജു രമേശിന്റെ അലിഗേഷൻ, സ്പെസിഫിക് അലിഗേഷൻ, ആ അലിഗേഷൻ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തത്. പരാതി കിട്ടിയപ്പോൾ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ക്വിക്ക് വെരിഫിക്കേഷൻ. ആ ക്വിക്ക് വെരിഫിക്കേഷൻ ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് ഇവര് ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശിന്റെ വിധിയുമായി വന്നത്. അതിനകത്ത് എന്താ പറയുന്നത്? അതിനകത്ത് പറയുന്നത് FIR ഇട്ട് കേസെടുത്ത് അന്വേഷണം നടത്തി തെളിവ് കിട്ടിയാൽ പ്രതിയാക്കുക, തെളിവില്ലേ പ്രതിയാക്കരുത്. ശരി, ഞാൻ രണ്ടുപേരിലേക്കും തിരികെ വരാം. ശ്രീ എ സജീവൻ, താങ്കൾ ഈ ചർച്ച ഇവർ രണ്ടുപേരും ശ്രീ ആനത്തലവട്ടം ആനന്ദനും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് താങ്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം? എനിക്ക് സത്യത്തിലൊന്നും മനസ്സിലായില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് രാജ്മോഹൻ പറഞ്ഞാൽ അത് തെളിവുണ്ടെന്ന് പറയുന്നു, തെളിവില്ല എന്ന് പറയുന്നു, എന്താ ഒരാൾക്കും വ്യക്തമാവാത്ത രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി പോലും പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ ഇതിൽ ഒരു അഭിപ്രായം പറയുന്നില്ല, വിജിലൻസ് ഡയറക്ടർക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ വിജിലൻസ് ഡയറക്ടർ 2 നിയമോപദേശങ്ങൾ തേടി. ആ 2 നിയമോപദേശങ്ങൾ 2 രീതിയിലുള്ളതായിരുന്നു. ഇതൊക്കെ വാർത്ത വന്ന കാര്യമാണ്. ഈ 2 നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡയറക്ടർ രണ്ടും തൂക്കി നോക്കിയിട്ട് ഇതിൽ വാക്ക് കൃത്യമായ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ട് കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കേസില്ല, തെളിവില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഈ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കാവുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിജിലൻസ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ പിന്നീട് തെളിവില്ല എന്ന് പറയേണ്ടത് ബാക്കിയുള്ള വിജിലൻസ് തന്നെയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇത് ഈ തെളിവ് വേണ്ട എത്ര രീതിയിൽ ഇത് സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനോ അല്ല മറ്റാർക്കെങ്കിലോ കഴിഞ്ഞില്ല എന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിമൊഴികൾ ശക്തമല്ല എന്ന് പറയാം. ഇതിൽ തന്നെ സാക്ഷിമൊഴികളുടെ കാര്യം അത് ഇപ്പോൾ വന്നുള്ളതാണല്ലോ. ഈ ചില സാക്ഷികൾ കൊടുത്തുള്ള മൊഴി അവിടെ കൊടുക്കുന്ന മാണിക്ക് നേരിട്ട് കൊടുക്കുന്നത് കണ്ടില്ല, പക്ഷേ കൊടുത്തു എന്നൊരു അബ്കാരി തന്നെ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്, വിജിലൻസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ തെളിവുണ്ടോ ഇല്ലയോ എന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് വിജിലൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, ഈ കേസിൽ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇടപാട് ഇല്ല എന്ന് പറയുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഈ കിട്ടിയിട്ടുള്ള തെളിവുകളൊന്നും തെളിവല്ല എന്ന് പറയാം, തെളിവാണെന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഈ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു ഇന്നലത്തെ ശ്രീ KM മാണിയുടെ വാചകങ്ങൾ. നിയമപരമായും ധാർമ്മികമായും എനിക്കെതിരെ കേസെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് KM മാണി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് മാണി സാർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് പരസ്യമായി ആഭ്യന്തര വകുപ്പിൻ്റെ വിജിലൻസിൻ്റെ നിലപാടിനെ തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഒപ്പം ഇന്നലെ ഈ വിഷയത്തിന്മേൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്ത നിലപാടിനെ തള്ളിയിരിക്കുകയാണ് ശ്രീ ഉമ്മൻചാണ്ടി. സന്തോഷ് കുമാറിന് അതിപ്പോൾ എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം. ഇപ്പോൾ
സജീവ് കുമാർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥ പ്രവചനം പോലെയാണ് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലായി. ഇപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവാത്ത എൻ്റെ കുറ്റമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കുഴൽക്കണ്ണാടിയിലൂടെ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകണം. അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം കുറ്റപ്പെടുത്തും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് ഞാൻ വിടുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കറക്റ്റാണ്. കാരണം ശ്രീ KM മാണിക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയല്ല, വിജിലൻസ് മന്ത്രിയല്ല, പോലീസ് മന്ത്രിയല്ല, വിജിലൻസ് ഡയറക്ടർക്കാണ് ഇവിടെ ശ്രീ അച്യുതാനന്ദൻ പരാതി കൊടുത്തത്. വിജിലൻസ് ഞാൻ പറഞ്ഞോട്ടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് വിജിലൻസ് എങ്കിലും അത് സ്വതന്ത്രമായും നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ടാണ് സുനിൽ കുമാർ ആ ഏജൻസിക്ക് പരാതിയുമായി കോടതി കോടതി എന്താ പറഞ്ഞേ, യു ടേക്ക് യുവർ ഓൺ ടൈം, യു ക്യാൻ പ്രൊസീഡ്, നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്താ? മന്ത്രിയെ പേടിക്കണ്ട, മുഖ്യമന്ത്രിയെ പേടിക്കണ്ട. അപ്പൊ കേസ് എടുത്തത് മുഖ്യമന്ത്രിയല്ല, ആഭ്യന്തരമന്ത്രിയല്ല, വിജിലൻസ് ഡയറക്ടറാണ്. അപ്പൊ വിജിലൻസ് ഡയറക്ടറിൽ വിജിലൻസിൽ തനിക്ക് വിശ്വാസമില്ലെന്നല്ലേ സാർ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം? അതാണോ അതിന്റെ അർത്ഥം? വിജിലൻസ് ഡയറക്ടർ എടുത്ത് പ്രതിപക്ഷ നേതാവ് ഒരു അലിഗേഷൻ സ്പെസിഫിക് ആയി ഒരു വ്യക്തിയുടെ കൊടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു നടപടിയുമായി പോകുമ്പോൾ അതിൻ്റെ അർത്ഥം വിജിലൻസിൽ വിശ്വാസമില്ലെന്നാണോ? ഞാനൊരു കാര്യം പറയാം. ഇതിവിടെ ഇപ്പം ഈ കേസ് ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇതിന് SNC ലാവലിൻ കുറ്റപത്രം വന്നിട്ട് വിചാരണ കൂടാതെ കുറ്റപത്രം റദ്ദാക്കിയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് FIR വരട്ടെ, അല്ലെങ്കിൽ കുറ്റപത്രം വരട്ടെ. കുറ്റപത്രം വരുമ്പോഴോ കോടതിയിൽ ഇതിൻ്റെ ട്രയൽ നടക്കുമ്പോഴല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് സന്തോഷേ, നാളെ ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ കുറ്റപത്രമാണ് അന്തിമമായ കാര്യമെങ്കിൽ അവിടെ വെച്ച് വിധി പ്രസ്താവിക്കണ്ടേ? കുറ്റം ചെയ്തോ എന്ന് ചോദിക്കും, ഇല്ലെന്ന് പറയും. അപ്പോഴല്ലേ ജുഡീഷ്യൽ ട്രയൽ ആരംഭിക്കുന്നത്. ട്രയലിൻ്റെ അവസാനം കൾപ്രിറ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്നവരെ അക്യൂസ്ഡ് മാത്രമാണ്. അപ്പോൾ കുറ്റാരോപിതനും കുറ്റവാളിയും രണ്ടാണ്. ശരി, നിയമപരമായി അത് ശരിയാണ്. നമുക്കൊരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം അന്വേഷണം പൂർത്തിയാക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ചർച്ചയിലേക്ക് മടങ്ങി വരാം. വാർക്കോഴയിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ആരെയെല്ലാം? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരട്ട നീതി സംഭവിച്ചുവോ ഇക്കാര്യത്തിൽ എന്ന ചോദ്യത്തിന് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, അന്വേഷണം പൂർത്തിയാകട്ടെ, അപ്പോൾ കാണാം ഇരട്ട നീതി ഉണ്ടായോ എന്ന്. അതിൻ്റെ അർത്ഥം വളരെ കൃത്യമല്ലേ? അതായത് ശ്രീ KM മാണിക്കെതിരെയുള്ള അന്വേഷണം റിപ്പോർട്ട് എന്തായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചന. അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇതുവരെ ഒരു തെളിവും അദ്ദേഹത്തിനെതിരായി ഉണ്ടായിട്ടില്ല എന്നും. ഇങ്ങനെ മുഖ്യമന്ത്രി പറയാമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ രണ്ടായി വേണം കാണാൻ. ഒന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് ഇരട്ട നീതിയാണോ പ്രാവർത്തികമാകാൻ പോകുന്നതെന്ന് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞാൽ ഒറ്റ നീതിയുള്ള അക്കാര്യത്തിൽ രണ്ട് നീതി ഉണ്ടെന്നുള്ള ആളുകളുടെ വ്യാഖ്യാനത്തിനൊരു പ്രസക്തിയുമില്ല. ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം എല്ലാവർക്കും തുല്യ നീതി, എല്ലാവർക്കും ഒരേ നീതി, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞത്. രണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ആദ്യമായി അദ്ദേഹം പറഞ്ഞു ബിജു രമേശ് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞതിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, തെളിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഉമ്മൻചാണ്ടി പറഞ്ഞ എത്രയോ ശരിയാണ്. 3 മണിക്കൂറിനകം കേസെടുത്താൽ ഈ പണം കൊടുക്കുന്നതിൻ്റെ ശബ്ദരേഖയും ദൃശ്യരേഖയും പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ ആ ബിജു രമേശ് 3 മണിക്കൂർ കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഇപ്പം 5ാമത്തെ മാസമാണ് ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ ഇതുവരെ ആ രേഖ ഹാജരാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചത് അതല്ല. ഇന്നലെ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ വിജിലൻസ് ആ കേസെടുക്കാതെ അത് തള്ളുകയാണല്ലോ ചെയ്തത്. അപ്പോഴാണല്ലോ ഇരട്ട നീതി എന്നുള്ള പദം ഉണ്ടായത്. അത് ശ്രീ KM മാണിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവരെ എങ്ങനെയാണോ വിജിലൻസ് സംരക്ഷിച്ചത് അതേപോലെ ശ്രീ KM മാണിക്കെതിരെയുള്ള അന്വേഷണത്തിലും ഒരു സംരക്ഷണം ഉണ്ടാകും, അദ്ദേഹവും കുറ്റവിമുക്തനാകുമെന്ന വ്യക്തമായ സൂചന കേട്ടിരുന്നവർക്ക് എല്ലാം മനസ്സിലായി. അല്ല, ഈ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് തന്നെ KPCC ഓഫീസിൽ പണം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അന്ന് രമേശ് ചെന്നിത്തല മന്ത്രിയല്ലല്ലോ, മന്ത്രിസഭയിൽ ഇല്ലല്ലോ. ശ്രീ VM സുധീരൻ KPCC പ്രസിഡൻ്റായിട്ട് 1 കൊല്ലം പൂർത്തിയായി. അപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് മാറിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഈ വിവാദം ആരംഭിച്ചിട്ട് എത്ര നാളായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ ആരെങ്കിലും പാർട്ടിക്ക് സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിൻ്റെ രസീത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് നെയ്യാർ ഡാമിൽ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതും ഈ വിവാദവുമായി അതേസമയം ശിവകുമാറിന് പൈസ കൊടുത്തു എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ സെൽവരാജ് മത്സരിക്കുമ്പോൾ അതൊന്നും ഈ കേസുമായി കൂട്ടിക്കുഴക്കേണ്ട. അല്ല, ഒരു വിഷയത്തിന്മേൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ആരെ സംരക്ഷിക്കുന്നു എന്നതാണ് എൻ്റെ അന്വേഷണം. ഇതാ ഇവിടെ നോക്കൂ, മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, അന്വേഷണം പൂർത്തിയാകട്ടെ, അപ്പോൾ ഇരട്ട നീതി ഉണ്ടായോ എന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. തീർച്ചയായും അതാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ അക്കൂട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. സന്തോഷേ, സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തീരുമാനം, അതുപോലെ തന്നെ വിജിലൻസ് മാനുവൽ അനുസരിച്ചിട്ട് അനോണിമസ് ലെറ്റേഴ്സിന്റെ പേരിൽ കേസെടുക്കാനാവില്ല. നമ്പർ 1, അനോണിമസ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് പേരിൽ കേസെടുക്കാനാവില്ല. ഇതൊക്കെ ഒതന്റിക്കേറ്റ് ചെയ്യണം. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അച്യുതാനന്ദൻ. ആ കാസറ്റ് ആര്, എവിടെ വെച്ചെപ്പോ, എങ്ങനെ, ഇതൊന്നും അത് വ്യക്തമാക്കുന്നില്ല. ആരോട് സംസാരിക്കുന്നു, ഇതൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ഒതന്റിക്കേറ്റ് ചെയ്തിട്ടില്ല. മന്ത്രിമാരുടെ കാര്യത്തിലാണ് സാർ. കെ എം മാണിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, കെ എം മാണിയുടെ കാര്യത്തിൽ അലിഗേഷൻ ഉന്നയിച്ച ആളും ആരോപണം ഉന്നയിച്ച ആളും രണ്ടു പേരും സ്പെസിഫിക് അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ഈ നമ്മൾ ഈ പറയുന്ന ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് ആപ്ലിക്കബിൾ ആയത്. അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആവില്ല. അത് നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ കെ എം മാണിക്കെതിരെ വ്യക്തമായി തെളിവുണ്ടെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെളിവില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ രണ്ടാമത് അച്യുതാനന്ദൻ ഉന്നയിച്ച ആരോപണം, പ്രൊഡ്യൂസ് ചെയ്ത കാസറ്റ് ഒരു ഊമക്കത്തിന്റെ സ്വഭാവമുള്ളതാണ്. അത് അവ്യക്തമായൊരു കാസസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഊമക്കത്ത്, അനോണിമസ് ലെറ്റർ പോലെ അനോണിമസ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് പേരിൽ കേസെടുക്കാനാവില്ലെന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷനും മറ്റതിഥികളിലേക്ക് പോകാതെ ഞാൻ താങ്കളോട് മാത്രം ചോദിക്കുന്നത്, താങ്കൾ പോവുകയാണെന്നുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഒരു വിഷയത്തിന്മേൽ മുഖ്യമന്ത്രിക്ക് ഒരു അഭിപ്രായം, ധനമന്ത്രിയും നിയമമന്ത്രിയുമായ ശ്രീ കെ എം മാണിക്ക് ഒരു അഭിപ്രായം, ആഭ്യന്തരമന്ത്രിക്ക് മറ്റൊരഭിപ്രായം, തലമുതിർന്ന നേതാക്കന്മാർ, ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം സാർ? മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം പിന്നെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഗവൺമെൻറ് പോളിസികൾ തീരുമാനിക്കുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇതൊന്നും അതല്ലോ. ഇതൊക്കെ രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ച് പത്രക്കാർ ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പലരും പറയുന്നുള്ളേ ഉള്ളൂ. അവസാനം ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാം ഒന്നായിരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതും ആഭ്യന്തരമന്ത്രി പറഞ്ഞതും മാണി പറഞ്ഞതും ഒന്നാണെന്ന് കാലതാമസമില്ലാതെ കേരളത്തിലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ നിലപാട് ശ്രീ കെ എം മാണിയെ അനുനയിപ്പിക്കുവാനും ശ്രീ PC ജോർജിനെ മുന്നണിയിൽ നിലനിർത്തുവാനും വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അങ്ങനെ പ്രതികരിക്കും? അതിപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ആ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു തീരുമാനവും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ശരി, നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ഈ ചർച്ച താങ്കൾ വളരെ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം, ഇന്നലെ കെ എം മാണി പറഞ്ഞ കാര്യം, ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. ഈ മന്ത്രിസഭയിൽ ഒരു വിഷയത്തിന്മേലുള്ള നിലപാടുകൾ മന്ത്രിമാർക്ക് വ്യത്യസ്തമാകുന്നു. ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയല്ലേ അത്? അതിപ്പോൾ ഒരു പുതിയ കാര്യമല്ല. ഈ മന്ത്രിസഭ ആരംഭിച്ച കാലം മുതൽ ഓരോ വകുപ്പും ഇത് ഐക്യമുന്നണി മന്ത്രിസഭ എന്നൊന്നുമില്ല, സ്വതന്ത്രമാണ്. അവർ സ്വതന്ത്രമായി തീരുമാനിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അതിനകത്തൊരു കൺട്രോളൊന്നുമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇതിൻ്റെ ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ശ്രീ ഉണ്ണിത്താനിരുന്ന് പറഞ്ഞ ഉണ്ണിത്താൻ അദ്ദേഹം ഉരുണ്ട് കളിക്കുക. ഇപ്പോൾ പറയുകയാണ് സ്പെസിഫിക് അലിഗേഷൻ മാണിക്കെതിരായി ഉണ്ടായിരുന്നെന്ന്. അത് പറഞ്ഞു തുടങ്ങി എപ്പോഴെന്നറിയുമോ? വിജിലൻസിൽ ഈ മന്ത്രിമാർക്കെതിരെ VS ഇപ്പോൾ രണ്ടാമത് പരാതി കൊടുത്തപ്പോൾ ബിജു രമേശ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ നിയമപരമായി ബാധ്യതയുണ്ട് വിജിലൻസിന്. അതാണ് VS ആവശ്യപ്പെട്ടത്. അത് വന്നപ്പോൾ കേസ് എടുക്കാതിരിക്കുന്നതിന് കണ്ടുപിടിച്ച ന്യായമാണ് ഒരു കാസറ്റ് കൊണ്ട് കൊടുത്തയുള്ളത്. അതങ്ങനെ അനോണിമസ് കത്തോ കാസറ്റോ കൊണ്ട് എടുക്കാനൊക്കെ എന്നുള്ള വാദം ഇപ്പോഴാണ് ഇവർ പറയുന്നത്.
മാണിക്കെതിരായി സ്പെസിഫിക് അലിഗേഷൻ ഉണ്ടായിരുന്നെന്ന്. ഈ സംഭവം സ്പെസിഫിക് അലിഗേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഇന്ന് മുഖ്യമന്ത്രി പറയുകയാണ് ഉണ്ണിത്താൻ്റെ വാദഗതി ഇതാണല്ലോ. ഉണ്ണിത്താൻ പറയുന്നത് സ്പെസിഫിക് അലിഗേഷൻ ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് പറയുക. ഈ സംഭവത്തിന് ശേഷം. ഇതിനു മുമ്പേ പറഞ്ഞത് മാണിക്കെതിരായി യാതൊരു സ്പെസിഫിക് അലിഗേഷനില്ല, ദുരാരോപണമാണ്, ഇത് കള്ളപ്പെറ്റീഷനാണ്, ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നതല്ലെന്ന് പെറ്റീഷൻ ലഭിച്ച് പരാതി വന്ന അന്ന് തൊട്ട് മുഖ്യമന്ത്രിയും ഉണ്ണിത്താനും എല്ലാം പറഞ്ഞിട്ട് കിടക്കുക. എങ്ങനെ അന്വേഷിച്ചൊരു തീരുമാനം വരാതെ? വളരെ പ്രസക്തമായ ഒരു പ്രശ്നമുണ്ട്. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ തീരുമാനിച്ചു. ആ വെരിഫിക്കേഷൻ നടത്തി എന്തിനാണ് അനിശ്ചിതമായി നീണ്ടുപോയത്? സരളകുമാരി വേഴ്സസ് UP കേസിൽ അത് 24 അവേഴ്സിനകത്ത് അന്വേഷിച്ച് ജെനുവിൻ അല്ലെങ്കിൽ കളയണം. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ റിസൾട്ട് വരുന്നില്ല. ഇവർ പറയുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു തെളിവേ ഇല്ല. തെളിവില്ലെന്ന് പറയേണ്ടതാരാ? അന്വേഷിച്ച വിജിലൻസ് അല്ലേ? ആ വിജിലൻസ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പ്രൈമ ഫേസി കേസുണ്ടെങ്കിൽ മാത്രമേ FIR ഉണ്ടാവൂ എന്ന് ആ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈമ ഫേസി കേസുണ്ടായിട്ടാണല്ലോ FIR ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവരെന്താ പറയുക? യാതൊരു തെളിവില്ല. അത് ഉമ്മൻചാണ്ടി ഇന്നും വന്ന് പറയാണ് മാണിക്കെതിരായി യാതൊരു തെളിവില്ലെന്ന് വീണ്ടും. മാത്രമല്ല ഈ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഒരു വെരിഫിക്കേഷൻ നടത്തിയതായി നമുക്കറിയില്ല. അതെ, ഇപ്പോൾ ഈ കേസിൽ അതാണ് മാണി ചോദിച്ചത്, ഇരട്ട നീതിയുണ്ടോ? ഇത് ഇരട്ട താപ്പല്ലേ? മാണിക്കെതിരായി വന്നപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ എന്താണ്, ഇവർക്കെതിരായി ഇത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചേർന്നിട്ടുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, സത്യത്തിൽ താങ്കൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ആളാണ്. ബാർക്കോഴയിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ സത്യത്തിൽ ശ്രമിക്കുന്നത് ആരെയാണ്? താങ്കളുടെ ഒരു നിരീക്ഷണം. അല്ല, അതിനകത്തിപ്പോൾ ഇന്നത്തെ താങ്കൾ പറഞ്ഞതുമാതിരി തന്നെ ഇന്ന് നമുക്ക് ഡോക്ടർ സന്തോഷ് പറഞ്ഞതുമാതിരി തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിലും ശരീരഭാഷയിലും അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ആത്മവിശ്വാസത്തിലൊക്കെ കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത് മുഴുവൻ ഡ്രോപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് നീതി ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ മാണിക്ക് കെ ബാബുവിന് ലഭിച്ച നീതി ലഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരുമ്പം എങ്ങനെയാണോ കെ ബാബുവിനെ ഇപ്പോഴുള്ള അന്വേഷണത്തെ വഴിമുട്ടി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അതേ രീതിയിൽ തന്നെ മാണിയെ സംരക്ഷിക്കാൻ ശ്രമിക്കും. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അഴിമതി നടത്തുക എന്നതുവരെയാണ് ഇതിനു മുമ്പ് രാഷ്ട്രീയ നേതാക്കൾ ഗൂഢാലോചന നടത്തി ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഭരണത്തിലിരിക്കുന്നവർ ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു സവിശേഷത അഴിമതിക്ക് ശേഷം വരുന്ന വിജിലൻസ് കേസുണ്ടല്ലോ, ആ വിജിലൻസ് കേസ് അട്ടിമറിക്കാനുള്ള രീതികൾ കൂടി ആവിഷ്കരിച്ചുകൊണ്ട് അഴിമതി നടത്തുക. ഇടപെട്ടോട്ടെ ശ്രീ കെ ബാബുവിന്, മന്ത്രി ശ്രീ കെ ബാബുവിന് 164 അനുസരിച്ച് മൊഴിയെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടുമെന്നാണോ വിചാരിക്കുന്നത്? ഇല്ലില്ല, അത് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാനൊരു സാധ്യതയുമില്ല. പക്ഷേ കേസ് എടുക്കാതിരിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക. മാണിയെ സംബന്ധിച്ച് കേസെടുക്കാൻ നിർബന്ധിതമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അന്ന് മാധ്യമങ്ങളുടെ വല്ലാത്തൊരു നിലപാടുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത്തവണ അവർ ശ്രമിക്കുന്നത് മാണിയുടെ കാര്യത്തിനകത്ത് എന്താണ്, ക്വിക്ക് വെരിഫിക്കേഷൻ ശേഷം FIR ഇട്ട് 1-ാം പ്രതിയായി. അതിനുശേഷം സാക്ഷികൾ അടപടലെ കൂറുമാറുകയാണ്. സാക്ഷികളെ കൂറുമാറ്റിച്ചുകൊണ്ട് ഈ കേസിൻ്റെ നിലനിൽപ്പിനെ അട്ടിമറിക്കുകയും ഈ കേസിൽ മാണി യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് രണ്ട് നീതി വരില്ല, നോക്കിക്കോ, ഈ അന്വേഷണം ഒന്ന് കഴിഞ്ഞോട്ടെ. അന്വേഷണം കഴിഞ്ഞ് FIR ഇട്ടതിന് ശേഷം എന്ത് അന്വേഷണമാണ് ഇവർ പറയുന്നത്? കോടതിയുടെ മുഴുവൻ പ്രക്രിയയിലൂടെയും കടന്നു പോകണം. അല്ലെങ്കിൽ വിജിലൻസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ തെളിവെടുപ്പുണ്ടല്ലോ, ആ തെളിവെടുപ്പിൻ്റെ ഭാഗമായി നിലനിൽക്കാൻ കഴിയുന്ന കേസല്ല എന്ന നിലയ്ക്ക് സർക്കാർ റിപ്പോർട്ട് കൊടുത്താൽ ഏത് കേസും സർക്കാരിന് പിൻവലിക്കാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് D. സുഗതൻ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് D. സുഗതൻ, താങ്കൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമപരമായും ധാർമ്മികമായും തനിക്കെതിരെ കേസെടുക്കേണ്ടതില്ലായിരുന്നു എന്ന് KM മാണി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ വളരെ പ്രകടമായി തൻ്റെ കീഴിലുള്ള വിജിലൻസിൻ്റെ അന്വേഷണം അവർ ചെയ്തത് തെറ്റാണ് എന്ന് പരസ്യമായി സമ്മതിക്കുകയല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടു. മുഖ്യമന്ത്രി കണ്ട കാര്യങ്ങളാണ് കണ്ടതാണ്. പക്ഷേ ലളിതാകുമാരി കേസിലെ അന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് FIR എടുക്കേണ്ടി വന്നത്. മാൻഡേറ്ററിയാണത്. ഞാൻ ആ വിധി മുഴുവൻ പഠിച്ച ആളാണ്. മാൻഡേറ്ററി പ്രൊവിഷനാണ്. അതുകൊണ്ട് FIR എടുത്തതാണ്. അപ്പോൾ ലളിതാകുമാരി കേസിൻ്റെ ഡീറ്റെയിൽസ് ഒരുപക്ഷെ മുഖ്യമന്ത്രി കണ്ടു കാണില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയേണ്ടതായിട്ടുള്ളത്. ആ മാൻഡേറ്ററി പ്രൊവിഷനാണ്. അതുകൊണ്ട് FIR എടുത്തതേ ഉള്ളൂ. പക്ഷേ ഒരു തെളിവ് കേസ് വന്നിട്ടില്ല. ബിജു രമേശ് തെരുവിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൊടുത്ത കേസാണ്. ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി നിർദ്ദേശം പ്രാഥമിക അന്വേഷണം നടത്തി തെളിവുണ്ടെങ്കിൽ FIR ഇടണമെന്നല്ലേ?
FIR ഇടണമെന്നുള്ള ലളിതാകുമാരി കേസിലെ അപ്പൊ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുണ്ടെന്നല്ലേ സാർ? ഇല്ല വേണ്ട, പ്രാഥമിക അന്വേഷണം ആവശ്യമേ ഇല്ല. ആ ജഡ്ജിമെൻറ്റിൻ്റെ അവസാനത്തെ സന്തോഷ് കുമാർ വായിക്കണം, നമ്മുടെ നെറ്റിലുണ്ട്. അവസാനം പറഞ്ഞിട്ടുണ്ട് മാൻഡേറ്ററിയാണ്, ഒരു തെളിവില്ലെങ്കിൽ പോലും എടുക്കണം, പിന്നെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ എടുത്തില്ല എന്നതാണ് കേരള കോൺഗ്രസിന്റെ വികാരം. അതിന് വേറെ ഒരു കാര്യമുണ്ട്, അത് ഡബിൾ ജിയോപാഡിയാണത്. ഓൾറെഡി ബിജെപി മൊഴി കൊടുത്തൊരു കാര്യത്തിന് അത് താങ്കൾ ഇന്നലെ നമ്മുടെ ഈ ചർച്ചയിൽ ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിജിലൻസ് പറഞ്ഞത് എന്താണ്? ഇതിൽ തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് തള്ളുന്നു എന്നാണ്. അല്ലാതെ ഇരട്ട കേസ് എന്ന അർത്ഥത്തിലല്ല. ആ രീതിയിൽ വിധിക്കാനുള്ള അധികാരമൊന്നും ഡയറക്ടർക്ക് ഇല്ല, വിജിലൻസ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഒരേ കാര്യത്തിന് രണ്ട് പ്രോസിക്യൂഷൻ സാധ്യമല്ല. അല്ല, രണ്ട് പ്രോസിക്യൂഷൻ സാധ്യമല്ല എന്നുള്ള ആളല്ലേ നമ്മുടെ വിജിലൻസ് ഡയറക്ടർ. ഒരു കാര്യത്തിന് രണ്ട് പ്രോസിക്യൂഷൻ നിയമമില്ല. ശരി സാർ, നമ്മുടെ വിജിലൻസ് ഡയറക്ടർക്ക് അതൊക്കെ അറിയാവുന്ന ആളല്ലേ, അല്ലെങ്കിൽ അറിയേണ്ട ആളല്ലേ? വിജിലൻസ് ഡയറക്ടർ കോടതിയൊന്നുമല്ല, ഈസ് എൻ ഓഫീസർ. നമ്മളത് മനസ്സിലാക്കണം. വിജിലൻസ് ഡയറക്ടർ വളരെ പരിമിതമാണ് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളൊക്കെ. അദ്ദേഹത്തിന് പരമാവധി ചെയ്യാവുന്നത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ മാത്രമാണ്. വിജിലൻസ് എൻക്വയറി വേണമെങ്കിൽ മന്ത്രി ഓർഡർ ഇടണം. മന്ത്രി ഓർഡർ ഒന്നും ഇട്ടില്ല, മന്ത്രിക്ക് പരാതി. ശരി, വിജിലൻസ് ഡയറക്ടർക്ക് ഇതൊന്നും അറിയില്ല എന്ന് താങ്കൾ പറയുന്നത് പോലെ ഞാൻ അങ്ങ് സമ്മതിക്കാം. പക്ഷേ നിയമമന്ത്രിക്ക് ഇത് അറിയാമല്ലോ. നിയമമന്ത്രി ആരാണ്? സാക്ഷാൽ KM മാണിയാണ്. അറിയാം. അദ്ദേഹവും എനിക്ക് തോന്നുന്നത് ലളിതാകുമാരി കേസ് മുഴുവനായി അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അങ്ങനെയാണോ ശ്രീ ആനത്തലവട്ടം? സ്നേഹിതൻ സുഗതൻ തന്നെ ഇപ്പോൾ ഉയർന്നു വന്ന സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഇപ്പോൾ പ്രധാനമായ സംശയം എന്താ? മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ കേസിട്ടു. സെയിം അതേ ആക്ഷേപവും അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടു കൂടി കോടതിയിൽ പോയി പരാതിക്കാരൻ 164 സ്റ്റേറ്റ്മെൻറ്റും കൊടുത്ത കേസിൽ ഇതേപോലെ പ്രതിപക്ഷ നേതാവ് കത്തെഴുതിയിട്ട് അത് തള്ളിക്കളയുന്നു. മാൻഡേറ്ററിയാണ് നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞതും ചിലർ പറയുന്നതും ആവശ്യമായ തെളിവില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണമായതുകൊണ്ട് അങ്ങനെ കേസെടുക്കണമെന്നില്ല. ഇവിടെ ഇപ്പോൾ സുഗതൻ എന്താ പറഞ്ഞത്? ആ കേസിൻ്റെ ജെനുവിനെസ്സും രേഖയും ഇതൊന്നും പരിശോധിക്കാതെ തന്നെ ഒരു ആക്ഷേപം വന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടണം. അതാണ് ലളിതകുമാരി വേഴ്സസ് UP കേസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ബാബുവിനെതിരായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരായി ഉയർന്ന ആക്ഷേപത്തിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് പോലും കോടതി കൊടുത്തിരിക്കുന്ന വിഷയത്തിൽ കേസിടുന്നില്ല? വിജിലൻസ് അന്വേഷിക്കാതെ എങ്ങനെ തള്ളി? സത്യത്തിൽ സാർ, ഇത് ഇത്തരത്തിലുള്ള അഴിമതികളെ എല്ലാം രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന നടത്തി ശ്രീ KM മാണിയെ വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരടവ് അല്ലേ? ഒരു വശത്ത് നിശ്ചയം വെച്ചാൽ അതിനകത്ത് ആദ്യഘട്ടത്തിൽ അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഇത് പിടിവിട്ടു പോവുകയും ആരാണോ ഇത് ഒറിജിനേറ്റ് ചെയ്തത്, KM മാണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൂ ഈസ് ദി കിങ് പിൻ, അതിൻ്റെ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരാരാണ് എന്ന കാര്യത്തെക്കുറിച്ച് മാണിക്ക് തന്നെ സന്ദേഹമുണ്ടാവുകയും കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണല്ലോ അദ്ദേഹം പറയുന്നത്. ആ സാഹചര്യത്തിൽ ഒരു നിയമപ്രക്രിയയിലേക്ക് സഞ്ചരിക്കുകയും എല്ലാവരുടെയും കൈവിട്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അതെങ്ങനെ തിരിച്ചു പിടിക്കാം, എങ്ങനെ നിയമത്തെ തന്നെ വ്യഭിചരിക്കാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം സുഗതൻ സാർ പറഞ്ഞൊരു കാര്യം എനിക്ക് തമാശ തോന്നി. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇത് അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല. പിന്നെ രണ്ടാമത് ചോദിച്ചപ്പോഴോ, രണ്ടാമത് വിൻസെൻ്റ് ഇപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ മൂന്നാമത് നിയമമന്ത്രിക്കും വക്കീലുമായിരുന്ന ആളിനും അറിയില്ല. ഇവർക്കൊക്കെ അറിയാത്ത ഏതോ മഹത്തായ കാര്യം സുഗതൻ സാറിന് മാത്രം അറിയാം. അങ്ങനെ ഒരു അറിവ്, ആ അറിവ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് സാമാന്യം ബുദ്ധി വെച്ച് താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് കാര്യമുണ്ട്. ഡബിൾ പ്രോസിക്യൂഷൻ പറ്റില്ല, അത് ശരിയാണ്. ഡബിൾ പ്രോസിക്യൂഷൻ ഇങ്ങനെ ഇത് മാണിക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ, രണ്ടാമത്തെ പ്രോസിക്യൂഷൻ മറ്റു കേസാണത്. സന്ദർഭത്തിൽ ഈ ഡബിൾ പ്രോസിക്യൂഷൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഒരു മുതിർന്ന കേരള കോൺഗ്രസ് നേതാവുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരാൾ ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു, അയാൾ തന്നെ വേറൊരു കൊലക്കുറ്റവും ചെയ്തു എന്ന് പുതിയ കേസ് വരികയാണ്. അതിനർത്ഥം ഇവിടെ ഒരു കൊലക്കുറ്റത്തിന് കേസ് എടുത്തുകൊണ്ട് മറ്റേതിനകത്ത് എന്നാണ്. അങ്ങനെയല്ലല്ലോ. ബാബുവിന് എതിരെ ഡബിൾ ജിയോ പാരഡി അദ്ദേഹം പറഞ്ഞത്, അത് ബാബുവിനെതിരെ ഇപ്പോൾ ഒരു കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നതേ ഇല്ല. അത് ഒറ്റ ഒഫൻസ് അല്ല, ഒഫൻഡ് ചെയ്ത ആളൊന്നല്ല. ആ അർത്ഥത്തിൽ വ്യത്യസ്തമായ കാരണങ്ങളാൽ വ്യത്യസ്തമായ രീതികളിൽ ആകെ
പണം കൊടുത്ത ആളൊന്ന് എന്നല്ലേ ഉള്ളൂ. അത് വാങ്ങിയ ആളും വാങ്ങിയ പശ്ചാത്തലമൊക്കെ വേറെയല്ലേ, വേറെ കേസാണത്. ഇത് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം വക്കീലായ ഡി സുധന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ചർച്ചയിലേക്ക് മടങ്ങി വരാം. ബാർക്കോഴയിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ആരെയെല്ലാം? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് KM മാണിയെ ഒന്ന് അനുനയിപ്പിക്കുക, എന്നിട്ട് PC ജോർജിനെ മുന്നണിയിൽ നിർത്താനുള്ള ശ്രമം നടത്തുക. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ചാണക്യതന്ത്രം ഭരണം ഉപയോഗിച്ച് പയറ്റുകയല്ലേ ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി? അതെ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് പെസഹ വ്യാഴ്ച തിരിച്ചു വരും ദിവസം അദ്ദേഹം ഇതിന് മറുപടി പറയും. ഇതൊരു ഉറച്ച നിലപാടായിരുന്നു. അങ്ങനെയാണ് മാണി പ്രഖ്യാപിച്ചത്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം മാണി അന്ത്യശാസനം കൊടുത്തിരുന്നത് വ്യാഴാഴ്ചയായിരുന്നു. ആ വ്യാഴാഴ്ച അദ്ദേഹം ഇന്ന് ഇവിടെ വന്നു. വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം തിങ്കളാഴ്ചയിലേക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് അദ്ദേഹം വ്യാഴാഴ്ചത്തെ തീരുമാനം തിങ്കളാഴ്ചത്തേക്ക് മാറ്റുമ്പോൾ മറ്റേതോ തരത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം. അങ്ങനെ വരുമ്പം മാണിക്ക് ബുദ്ധിമുട്ടില്ലാതെ PC ജോർജിനെ നിലനിർത്തുന്ന ഒരു ഫോർമുല അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടനുസരിച്ച് മാണിക്ക് കിട്ടുന്ന ഏറ്റവും അധികം ഉറപ്പ് ഏറ്റവും ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് ഡ്രോപ്പ് ചെയ്യപ്പെടും എന്നതാണ്. PC ജോർജിന് സമാനമായ ഉറപ്പ് കൊടുക്കാനും കഴിയും. ഈ UDF-ന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ UDF-ന്റെ പ്രതിയായി തുടരാനും ഒരുപക്ഷേ ഈ ചീഫ് വിപ്പിൻ്റെ സ്ഥാനം കൈയൊഴിയാനും നിർബന്ധിതമായേക്കാം. അല്ല, ചീഫ് വിപ്പിനെ അങ്ങനെ കൈവിടാൻ പറ്റില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം സരിതയുടെ കത്ത് വായിച്ച് അദ്ദേഹം കരഞ്ഞുപോയി എന്ന്. ലെറ്റർ ബോംബ് സരിതയുടെ കത്ത് വായിച്ച് അദ്ദേഹം കരഞ്ഞുപോയി എന്ന്. അത് കൃത്യമായ ഒരു വാണിംഗ് ആണ് കോൺഗ്രസ് നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കും എന്ന് ശ്രീ ആനത്തലവട്ടം അങ്ങനെ തോന്നുന്നില്ലേ? സന്തോഷേ, ഇതുപോലെ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? സരിത അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാണ്. അവളുടെ അമ്മ പറഞ്ഞത് വീട്ടു ജോലിക്കാരെ ഞാൻ പറഞ്ഞയക്കുകയാണ്, അവൾക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശിൻ്റെ ഇല്ല. ആ കണ്ടീഷനിലാണ് സരിത അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ സരിത ഇപ്പോൾ 10 40 45 കേസുള്ളത് മുഴുവൻ പൈസ കൊടുത്ത് കോംപ്രമൈസ് ചെയ്ത് ഇപ്പോൾ പ്രധാന താരമായി രംഗത്ത് വന്നിരിക്കുന്നു. ആ സരിതയ്ക്ക് ഈ പൈസ എങ്ങനെ, ജയിലിൽ കിടന്ന സരിതയ്ക്ക് ഈ പൈസ എങ്ങനെ കിട്ടി? ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാറുകാരുടെ നിന്നെല്ലാം കാശ് വാങ്ങിച്ചതെന്നാണ് തെളിവ്. സരിതയുടെ കത്തിൽ അതൊക്കെ കാണും. അതാണ് PC ജോർജ് പറഞ്ഞത്. എവിടെ സരിതയ്ക്ക് കാശ്? ഈ പ്രധാനപ്പെട്ട പ്രധാനികളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി, അതുപോലെ ബാക്കി ചില ജനപ്രതിനിധികൾ, ഇവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാശ് പിരിച്ചു കൊടുത്തതല്ലേ? ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയുമല്ലോ. ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാൻ സാധിക്കും? സരിതയ്ക്ക് എങ്ങനെ ഈ പണം കിട്ടിയെന്നുള്ള ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ഡി സുഗതൻ, ഇതൊരു കബളിപ്പിക്കൽ തന്ത്രമാണ്. അതായത് KM മാണിയെ അനുനയിപ്പിക്കുക, PC ജോർജിനെ മുന്നണിയിൽ നിർത്തുക, ഈ ഭരണം കൊണ്ടുപോകുക, ഈ ഒരു അടവ് അദ്ദേഹം പയറ്റുന്നു. അതിനുവേണ്ടി നിലവിലുള്ള നിയമങ്ങളെ വളച്ചൊടിക്കുന്നു, അല്ലെങ്കിൽ അറിയില്ല എന്ന്, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അറിയില്ല എന്ന് ഭാവിക്കുന്നു. ഡോക്ടർ സന്തോഷ് കുമാർ, ഇത് UDF ആണ്. UDF ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ നയതന്ത്രമൊക്കെ വളരെ കേക്കർനാരനെ പോലുള്ളവർ കൊണ്ടുവരുന്ന UDF ആണിത്. അത് ഉമ്മൻചാണ്ടി ഫലപ്രദമായി കൊണ്ടുപോകുന്നു. അതിനപ്പുറം നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടും ജനാധിപത്യ മുന്നണിയാണിത്. ഇത് ഇടപെട്ടൊന്നുമല്ല. ഇതൊക്കെ അതിൻ്റെതായ നയതന്ത്രം ഉണ്ട്. അതനുസരിച്ച് അദ്ദേഹം കൊണ്ടുപോവുകയാണ്. പക്ഷേ അതൊക്കെ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളും അക്കാര്യത്തിലുണ്ട്. അല്ല, നിയമപരമായ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. 164 മൊഴി കെ ബാബുവിൻ്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് കെ ബാബുവിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നില്ലല്ലോ? ഈ 164 എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കസ്റ്റഡിയിൽ കിടക്കുന്ന പ്രതികൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് 164. അറിയാവുന്ന ആളാണ്. അപ്പൊ ഇത്തരം കേസ് ശ്രീധരൻ നായരുടെ മൊഴി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ 164 സ്റ്റേറിംഗ് കൊടുത്തിരിക്കുന്നു. അതേ കാര്യം തന്നെ പിന്നെ ഭരണഘടനാപരമായി ഒരേ കാര്യത്തിന് 2 പ്രോസിക്യൂഷൻ സാധ്യമല്ല. അത് അന്വേഷിക്കട്ടെ. ശ്രീധരൻ നായർ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് സ്വമേധയാ പോയി കൊടുത്താണ്. എന്താണെന്ന് ചോദിച്ചാൽ പോലീസിനോട് പോയി അദ്ദേഹത്തിൻ്റെ മൊഴി പറഞ്ഞിട്ട് അത് രേഖപ്പെടുത്തുന്നില്ല.
അപ്പോൾ തനിക്കിത് എവിടെയെങ്കിലും ഇത് രേഖപ്പെടുത്തണമെന്നുള്ളത് കൊണ്ടാണ് കോടതി പോയി പറഞ്ഞത്. അല്ല, ബിജുവിനെ സംബന്ധിച്ച് വിജിലൻസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 164 കൊടുത്തറിയാം. അപ്പൊ അതല്ല ഞാൻ ചോദിക്കുന്നത്, സമാനമായ സാഹചര്യം കെ ബാബുവിന്റെ കാര്യത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ എങ്ങനെ എന്ത് നിലപാട് സ്വീകരിക്കും? ഈ 164 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ, ഇനി തുറന്നു പറയട്ടെ, ഈ കുറ്റസമ്മത മൊഴി കൺഫഷൻ എന്നാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ പ്രതിയാകാൻ പോകുന്നത് വിജി രമേശ് ആയിരിക്കും, ഈ വീടിന് അദ്ദേഹമായിരിക്കും പ്രതിയാകാൻ പോകുന്നത്. ഈ 164 കൺഫഷനാണ്, കുറ്റസമ്മത മൊഴി എന്നാണ് ഇതിന് പറയുക. ചിലപ്പോൾ പോകുന്നത് വിജി രമേശ് ആയിരിക്കും, യാതൊരു സംശയം വേണ്ട. അയാൾ പറഞ്ഞ മൊഴിയിൽ നിന്ന് മാറുകയോ പറഞ്ഞ മൊഴി സത്യസന്ധമല്ലാതിരിക്കുകയോ ചെയ്താലേ അത് വരുന്നുള്ളൂ. ആ പറഞ്ഞ മൊഴി ശരിയാണെങ്കിൽ അതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അതിനനുസരണമായ നിലപാട് ആർക്കെതിരായി പറഞ്ഞവർക്കെതിരെ എടുക്കേണ്ടി വരും. പിന്നെ IPC ആ കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് അത് വലിയ റിസ്ക് ഉണ്ട്. ആ റിസ്ക് കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നയാൾ എടുക്കുന്ന റിസ്ക് ആണ്. ആ റിസ്ക് അദ്ദേഹം എടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഇപ്രകാരം ഒരു വാദമുഖം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെ ആരോപിക്കുന്നതിന് അടിസ്ഥാനമായ നിദാനമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. ആ കാര്യങ്ങൾ ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഇവിടെ ഇരിക്കുന്ന ആർക്കോ അറിയാൻ കഴിയില്ല. ഏതായാലും അതിപ്പോൾ വിജിലൻസ് കോടതിയിലുണ്ട്. കോടതിയുടെ ആ പശ്ചാത്തലം കൂടി പരിശോധിച്ചുകൊണ്ടാണോ വിജിലൻസ് ഡയറക്ടർ ഈ കാര്യത്തിൽ കേസെടുക്കാൻ, ബാബുവിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്ന് താങ്കൾ എന്ത് പറയുന്നു? ബാബുവിന്റെ കാര്യത്തിൽ VS വീണ്ടും കത്ത് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോഴും ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. KM മാണിയുടെ കാര്യത്തിൽ ബാധകമായ കാര്യം ഇവിടെയും ബാധകമാക്കേണ്ടി വരും. ആർട്ടിക്കിൾ 20 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സാധ്യമല്ല. സാധ്യമല്ല. അല്ല സാർ, ഈ KM മാണിക്കെതിരെ കേസ് എടുത്ത അതേ സാഹചര്യം, FIR ഇട്ട അതേ സാഹചര്യം തന്നെയാണ് ഈ മറ്റ് മന്ത്രിമാരുടെ, കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ നിൽക്കുന്നത്. ഈ മാധ്യമങ്ങളെല്ലാം ഇന്ന് ഇവൻ മുഖ്യമന്ത്രി പോലും അത് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. ഈ KM മാണിക്കെതിരെ എടുത്ത FIR-ന്റെ ഭാഗമായിട്ട് 164 സ്റ്റേറ്റ്മെന്റിൽ തെളിവുണ്ടെങ്കിൽ വരൂ. ഇതൊക്കെ ഒരു കേസിന്റെ ഭാഗമായിട്ടേ വരൂ, അതുകൂടെ മനസ്സിലാക്കണം. അല്ല, കേസിന്റെ ഭാഗമായി വിശ്വസിക്കുന്നത് ഇതെല്ലാം ഒരു കേസിന്റെ ഭാഗമായിട്ടേ വരൂ. ഭാഗമായിട്ടേ വരുള്ളെങ്കിൽ തന്നെയും കെ ബാബുവിനെതിരെ FIR ഉണ്ടാകില്ല എന്നാണോ താങ്കൾ ദൃഢമായി വിശ്വസിക്കുന്നത്? കേസ് എടുക്കില്ലല്ലോ, പിന്നെ എങ്ങനെ FIR വരുന്നു? തെളിവുണ്ടെങ്കിൽ ഉണ്ടാവും, തെളിവുണ്ടെങ്കിൽ വരും. കെ ബാബുവിനെതിരെ തെളിവുണ്ടെങ്കിൽ കേസുണ്ടാവും. പക്ഷേ ഈ ഇലക്ട്രോണിക് എവിഡൻസ് എവിഡൻസ് ആക്ട് 65B അനുസരിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന് ബാധകമായ ധാരാളം ശബ്ദരേഖകൾ, വിഷ്വൽസ് തന്നെയുണ്ടല്ലോ. ഈ മുതലാളിമാർ ചേർന്നിരിക്കുന്ന യോഗത്തിൻ്റെ വിഷ്വൽ ഒരു ചാനൽ തന്നെ ലൈവായിട്ട് പുറത്തേക്ക് വിട്ടു. ആ വിഷ്വൽ, സംസാരിക്കുന്ന വിഷ്വൽ തന്നെയാണ്, അത് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് ഈ രാജ്മോഹൻ ഉണ്ണിയൊക്കെ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ പണം പിരിച്ചു കൊടുത്തതായും പണം പിരിക്കുന്നതായും അതിൻ്റെ റെക്കോർഡുകൾ തങ്ങൾക്കുണ്ട് എന്നും അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഉള്ളപ്പോൾ എന്തിനാ രാജ്മോഹൻ ഉണ്ണി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വേറെയാണ് പറഞ്ഞത്. സമയത്തിന്റെ പരിമിതി മൂലം ഇടപെടുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പാം ഓയിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വിജിലൻസ് നടത്തുമ്പോൾ അദ്ദേഹം ആ വകുപ്പ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അതിന് സമാനമായൊരു സാഹചര്യം ചെന്നിത്തലയുടെ കാര്യത്തിൽ വരികയാണ്. എന്ത് നിലപാടെടുക്കും കോൺഗ്രസ്? ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, ഹോം മിനിസ്റ്റർക്കെതിരെ വന്ന അലിഗേഷൻ ഈ എന്തോ കാസറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെ പാർട്ടിക്ക് ഫണ്ട് കൊടുത്തേ പറയും, ബാർക്കോഴയൊന്നും അല്ലത്, പാർട്ടിക്ക് ഫണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞതായിട്ട് അറിവ്. അല്ല, പാർട്ടിക്ക് കൊടുത്താലും ശരിയാണെങ്കിൽ പോലും അല്ല, പാർട്ടിക്ക് കൊടുത്താലും മന്ത്രിക്ക് കൊടുത്താലും കോഴയെന്നാണ് ഏതോ രേഖയുണ്ടെന്നാണ് പറഞ്ഞത്. അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ല, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി പണം പിരിച്ച് ആ പർപ്പസ് നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടുത്ത പണം ഇങ്ങനെയാണ്. അതേ സംബന്ധിച്ച് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കാണും. അത് ഇതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ
വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം കൂടി ആരോപണത്തിൻ്റെ നിഴലിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മുമ്പ് ചെയ്തതുപോലെ ഇദ്ദേഹത്തിനും ചെയ്യേണ്ടി വരില്ലേ? അത് വിധേയനായിരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ ന്യായമായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് ഈ അഴിമതിയിൽ ഇടപെട്ട് കൈകാര്യം ചെയ്ത രീതിയുണ്ട്. 25 ലക്ഷം രൂപ TD കൃഷ്ണമാചാരിക്കെതിരെ ഒരു ആക്ഷേപം ഉയർന്നു വന്ന് അഴിമതി ആരോപണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് സമശീർഷനായ ആളാണ് TD കൃഷ്ണമാചാരി. നെഹ്റു പറഞ്ഞു എൻ്റെ ആക്ഷേപം ഞാൻ വെറുതെ ഒരു ആക്ഷേപം ഉയർന്നല്ലോ, ഇതുപോലെ എവിഡൻസോ പരാതി ഒന്നും വന്നതല്ല. അപ്പം TD കൃഷ്ണമാചാരി ചോദിച്ചു എന്ത് വേണം? അപ്പം നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഇത് അത് ഭൂഷണമല്ല. അപ്പം രാജി എഴുതി കൊടുത്തു. ആ ബഡ്ജറ്റ്, ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്, പ്രധാനമന്ത്രിയാണ്. അതിനുശേഷം ആ കീഴ്വഴക്കവും ഇപ്പോൾ ഉള്ള ഈ മന്ത്രിമാരെ കുറിച്ച് ആ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആന്റണി പഞ്ചസാര കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ പഞ്ചസാര കുംഭകോണത്തിൽ പെട്ടു എന്ന് പറഞ്ഞ അഴിമതി ആരോപണം വന്നപ്പോൾ ഒരു നിമിഷം താമസിക്കാതെ രാജി എഴുതി കൊടുത്തതല്ലേ? വല്ല അന്വേഷണം ഉണ്ടായിരുന്ന, തെളിവുണ്ടായിരുന്ന, ഏതെങ്കിലും ഉണ്ടായിരുന്നു? ആ നേതാക്കന്മാരുടെ പാരമ്പര്യം, ആ പാരമ്പര്യം ഈ ഇരിക്കുന്ന മന്ത്രിമാരെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരം നല്ല പാരമ്പര്യമാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ വേണ്ടത്, പ്രതീക്ഷിക്കുന്നത്, വേണ്ടതും അതാണ് ധാർമ്മികതയും. ഞാൻ സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെങ്കിൽ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് D സുഗതൻ, ശ്രീ A സജീവൻ, എല്ലാവർക്കും നന്ദി.